പോലീസ് സേനയുടെ തലപ്പത്തിരുന്ന് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ട പദവിയിലിരുന്ന് ഒരു ഗൗരവകരമായ കേസ് ആസൂത്രിതമായി അട്ടിമറിക്കാൻ നോക്കിയത് ജനങ്ങൾ അറിയുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലൂടെയാണ്. പിന്നാലെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ADGP MR അജിത് കുമാർ ഇപ്പോൾ താൻ നിരപരാധിയാണെന്ന് വാദിച്ച് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. തനിക്ക് അടുത്ത ദിവസങ്ങളിൽ കിട്ടേണ്ടിയിരുന്ന DGP റാങ്കിലേക്കുള്ള സ്ഥാനക്കയറ്റം സസ്പെൻഷൻ വന്നതോടെ നഷ്ടമായി എന്ന വിലാപവുമായാണ് അജിത് കുമാർ കോടതിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുകയും കേസ് അട്ടിമറിക്കുകയും ചെയ്ത സമയത്ത് താൻ വയനാട്ടിലായിരുന്നു എന്ന വിചിത്രമായ വാദമാണ് അജിത് കുമാർ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ AP ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ആഭ്യന്തര വകുപ്പും ADGPയുടെ ഈ ഒരു കള്ളക്കളിയുടെ സകല തെളിവുകളും കൃത്യമായി നിരത്തി അദ്ദേഹത്തെ കുരുക്കിലാക്കി കഴിഞ്ഞു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അന്നത്തെ ADGP MR അജിത് കുമാർ തന്റെ അധികാരം ദുരുപയോഗം ചെയ്ത് കടന്നുവരുന്നത്. കേസ് അന്വേഷിച്ചിരുന്ന കീഴുദ്യോഗസ്ഥരായ പോലീസ് ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തെ തന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു. അന്വേഷണത്തിന്റെ വിവരങ്ങൾ ചോദിച്ചറിയുക എന്ന വ്യാജേന കേസിന്റെ നിഷ്പക്ഷമായ പോക്കിനെ അട്ടിമറിക്കാൻ അജിത് കുമാർ കടുത്ത സമ്മർദ്ദം ചെലുത്തി. കേസിലെ പ്രധാന പ്രതികളെ സംരക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും കേസ് അട്ടിമറിക്കാനും അജിത് കുമാർ നേരിട്ട് നിർദ്ദേശം നൽകിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത്. ഉന്നത IPS ഉദ്യോഗസ്ഥൻ തങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ വിവരം അന്വേഷണ സംഘം പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഉന്നത തലത്തിൽ അറിയിക്കുകയായിരുന്നു. പദവിയുടെയും യൂണിഫോമിന്റെയും തണലിലിരുന്ന് നീതി നടപ്പാക്കേണ്ട ഒരാൾ തന്നെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് ആസ്ഥാനത്തെ അട്ടിമറി കേന്ദ്രമാക്കുകയായിരുന്നു. സസ്പെൻഷൻ നടപടി വന്നതോടെ താൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാനായി സംസ്ഥാന പോലീസ് മേധാവിക്ക് ADGP MR അജിത് കുമാർ ഒരു വിശദീകരണം നൽകിയിരുന്നു. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തിയെന്ന് പറയപ്പെടുന്ന സമയത്ത് താൻ ഔദ്യോഗിക ആവശ്യത്തിനായി പോയിരിക്കുകയായിരുന്നു എന്നാണ് അജിത് കുമാറിന്റെ പ്രധാന വാദം. തനിക്കെതിരെ AP ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള SIT കണ്ടെത്തിയ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും SIT തന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. അജിത് കുമാർ വയനാട്ടിൽ പോയതിനും തിരുവനന്തപുരത്തിരുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഫോണിലൂടെയും നേരിട്ടും ബന്ധപ്പെട്ടതിനും ഡിജിറ്റൽ തെളിവുകൾ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഓഫീസ് സന്ദർശിച്ച രജിസ്റ്ററുകളും ID കാർഡ് പഞ്ച് വിവരങ്ങളും ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡുകളും അജിത് കുമാർ അന്യായമായി ഇടപെട്ടു എന്നതിന് വ്യക്തമായ തെളിവുകളായി പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും പക്കലുണ്ട്. താൻ വയനാട്ടിലായിരുന്നു എന്ന് പറഞ്ഞ് കൈകഴുകാൻ നോക്കിയ ADGPക്ക് കമ്മ്യൂണിക്കേഷൻ രേഖകൾ തന്നെയാണ് പണിയായത്. MR അജിത് കുമാറിനെ കൂടുതൽ ചൊടിപ്പിച്ചതും അസ്വസ്ഥനാക്കിയതും അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന സ്ഥാനക്കയറ്റം തടയപ്പെട്ടു എന്നതുകൊണ്ട് തന്നെയാണ്. ഈ മാസം 31-ന് അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ആലപ്പുഴ കേസ് അട്ടിമറിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതോടെ ആ DGP കസേരയും സ്ഥാനക്കയറ്റവും പടിക്ക് പുറത്തായി. ഇതോടെയാണ് തന്റെ സ്ഥാനക്കയറ്റം നഷ്ടമായെന്നും അത് തിരികെ വേണമെന്നും സസ്പെൻഷൻ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ അജിത് കുമാർ തീരുമാനിക്കുന്നത്. എന്നാൽ ഉന്നത IPS ഉദ്യോഗസ്ഥൻ ഗുരുതരമായ ക്രിമിനൽ ഗൂഢാലോചനയിലും കേസ് അട്ടിമറിയിലും പങ്കാളിയായി എന്ന SITയുടെ റിപ്പോർട്ട് ട്രൈബ്യൂണലിന് മുന്നിൽ എത്തുമ്പോൾ അജിത് കുമാറിന് അവിടെ നിന്നും രക്ഷപ്പെടാൻ എളുപ്പമാകില്ല. അധികാരവും ഉന്നത ബന്ധങ്ങളുമുള്ളവർക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയ്ക്ക് വന്നിരിക്കുന്ന കനത്ത തിരിച്ചടിയാണ് ഈ ഒരു സംഭവം. മുൻപ് പല വിവാദങ്ങളിലും പേരുകേട്ട ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. RSS നേതാക്കളുമായുള്ള രഹസ്യ കൂടിക്കാഴ്ച, ഫോൺ ചോർത്തൽ ആരോപണം, ഒടുവിൽ കേസ് അട്ടിമറിക്കൽ ശ്രമം എന്നിങ്ങനെ തുടർച്ചയായ വീഴ്ചകൾ. ഉന്നത IPS ഉദ്യോഗസ്ഥർ തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ പോലീസിന്റെ അന്വേഷണ ഫയലുകളിൽ കരിയൊഴിക്കുമ്പോൾ സാധാരണക്കാർക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസമാണ് തകരുന്നത്. ആഭ്യന്തര വകുപ്പ് അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചെങ്കിലും SIT മേധാവി AP ഷൌക്കത്ത് അലി കൃത്യവും ശക്തവുമായ തെളിവുകൾ നിരത്തിയതോടെ സർക്കാരിന് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ മറ്റു വഴികളില്ലാതെ വന്നു. നിയമപാലകൻ തന്നെ നിയമലംഘകനാവുമ്പോൾ അതിനുള്ള ശിക്ഷയും കടുപ്പമേറിയതായിരിക്കണം. ഉന്നത പദവിയിലിരുന്ന് കേസ് അട്ടിമറിക്കാൻ നോക്കിയത് പകൽ പോലെ വ്യക്തമായിട്ടും താൻ വയനാട്ടിലായിരുന്നു എന്ന് പറഞ്ഞ് നുണ പ്രചരിപ്പിക്കാൻ നോക്കുന്ന അജിത് കുമാറിന്റെ കളി ഇനി നടപ്പില്ല. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ അട്ടിമറി നടത്താൻ നോക്കിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് DGP പ്രൊമോഷനല്ല, അർഹിച്ച സസ്പെൻഷൻ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ട്രൈബ്യൂണലിന്റെ വാതിൽക്കൽ താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടിയാലും കൃത്യമായ തെളിവുകളുടെ മുന്നിൽ അജിത് കുമാറിന്റെ വാദങ്ങൾ തകർന്നടിയുക തന്നെ ചെയ്യും. നിയമത്തിന് മുന്നിൽ ADGPയും സാധാരണക്കാരനും സമമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ SITയുടെ റിപ്പോർട്ട്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കേസ് മുക്കാൻ നോക്കിയവർക്ക് ലഭിച്ച ഈ കനത്ത തിരിച്ചടി വരും ദിവസങ്ങളിൽ പോലീസ് സേനയ്ക്ക് ഇതൊരു വലിയ പാഠമായിരിക്കും.